കളക്ടറേറ്റ് വളപ്പിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വിജിൽ എംഎൽഎ ഒഴിവാക്കി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രതിഷേധ മാർച്ചുമായി കളക്ടറേറ്റ് വളപ്പിൽ കയറിയ നഴ്സുമാർക്കും ഉദ്ഘാടകനായ എംഎൽഎക്കുമെതിരെ കേസെടുക്കുമെന്ന് എസ്ഐ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഒടുവിൽ കേസ് എടുത്തപ്പോൾ എംഎൽഎയെ ഒഴിവാക്കിയിരിക്കുന്നു. KGN ഭാരവാഹികളും കണ്ടാലറിയാവുന്ന 100ഓളം പേർക്ക് മാത്രമായി പോലീസ് കേസെടുത്തിരിക്കുന്ന അവസ്ഥ. എംഎൽഎയുടെ പേര് FIRൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് പിണറായി വിജയന്റെ പോലീസാണെന്നും സുരേഷ് ഗോപി സ്റ്റൈൽ കളിച്ച് കേരള സർക്കാരിനെ മോശമാക്കരുതെന്നും വിജിൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ എടുത്ത കേസിലാണ് എംഎൽഎയുടെ പേര് ബോധപൂർവം ഒഴിവാക്കിയത്. സംഭവത്തിൽ SIക്ക് വീഴ്ചയുണ്ടായെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പരാതി അന്വേഷിക്കുകയും ചെയ്യും. അന്വേഷണത്തിന് ശേഷം മാത്രമേ SIക്കെതിരെ നടപടിയെടുക്കൂവെന്നാണ് പോലീസിൽ നിന്നുള്ള വിവരം. സംഭവത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് സംസ്ഥാന പോലീസ് മേധാവി DGP അനിൽകാന്ത് റിപ്പോർട്ട് തേടി. കണ്ണൂരിൽ സിവിൽ സ്റ്റേഷൻ വളപ്പിലേക്ക് മാർച്ച് നടത്തിയ സംഭവത്തിൽ വിജിൻ MLA ഒഴിവാക്കിയാണ് ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നഴ്സിംഗ് സംഘടനാ ഭാരവാഹികൾക്കെതിരെ അന്യായമായി സംഘം ചേർന്നതിനാണ് കേസെടുത്തത്. നിയമത്തെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുപോകാനാണ് CPM ശ്രമമെന്ന് കോൺഗ്രസ് വിമർശിക്കുകയും ചെയ്തു. അതേസമയം MLAക്കെതിരെ കേസ് ആവശ്യമില്ലെന്നും വീഴ്ച പോലീസിനെന്നുമാണ് CPM വാദം. കളക്ടറേറ്റ് വളപ്പിൽ കടന്നവർക്കെതിരെ കേസെടുക്കുമെന്ന ടൗൺ SIയുടെ നിലപാടാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പ്രകടനമായി എത്തിയ നഴ്സുമാർ അകത്തു കയറിയത് തടയാൻ പോലീസ് ഇല്ലാതിരുന്നതുകൊണ്ട് വീഴ്ച പോലീസിനെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. പിന്നെ എന്തിന് കേസെന്നും വിജിൽ MLA തിരിച്ചടിച്ചിരുന്നു. എന്നാൽ SIയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥ MLAയുടെ പേര് ചോദിക്കുകയും ഇതോടെ പ്രശ്നം കൂടുതൽ വഷളാവുകയും ചെയ്തു. പിന്നാലെ സിവിൽ സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറിയതിനും അന്യായമായി സംഘം ചേർന്നതിനും വകുപ്പുകൾ ചുമത്തി ടൗൺ പോലീസ് കേസെടുത്തു. FIRൽ പക്ഷേ മാർച്ച് ഉദ്ഘാടകനായ MLAയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. KGN ഭാരവാഹികളും കണ്ടാലറിയാവുന്ന 100ഓളം പേരുമാണ് പ്രതികൾ. വിജിനെതിരെ മാത്രമല്ല നഴ്സുമാർക്കെതിരെയും കേസ് ആവശ്യമില്ലെന്നാണ് CPMന്റെ നിലപാട്. ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നും വിമർശനമുണ്ട്. സംഭവത്തിൽ MLA സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇത്രയും ആൾക്കൂട്ടം നിന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ പോലീസുകാരനെ MLA ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചത്. ഈ ഒരു വീഡിയോ സൈബർ ലോകത്ത് വളരെയധികം ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ 100ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടും പോലീസുകാർ MLAയുടെ വാക്കുകൾ കേട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ 100ഓളം പേരിൽ നിന്ന് MLAയുടെ പേര് അദൃശ്യമാവുകയും ചെയ്തു.